അബവാബുകൾ തുറന്നു തരുന്നത് അല്ലാഹുവാണ്. അതുകൊണ്ട് മനുഷ്യരെ അധ്വാനിക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ പഠിപ്പിക്കുകയാണ്. കാന ദാവൂദ് അലൈഹിസ്സലാം സറാദാ. ദാവൂദ് നബി അലൈഹിസ്സലാം ഇരുമ്പിന്റെ പടയങ്കി ഉണ്ടാക്കുന്നവരായിരുന്നു. വകാന ആദമു ഹറാസൻ. ആദം നബി അലൈഹിസ്സലാം കൃഷിപ്പണിയെടുത്ത ആളാണ്. 60 ദിറാഅൻ ഫിൽ അർളി. 60 മുഴം നീളമുള്ള മഹാനായിരുന്നു സയ്യിദുനാ ആദം നബി അലൈഹിസ്സലാം. 1000 വർഷം ജീവിച്ച നബിയാണ് ആ ആദം നബി. അത്രയും കാലം ചെയ്ത അധ്വാനം. ഹറാസൻ, ഏറ്റവും കൂടുതൽ കൃഷി ചെയ്തവരാണ് ആദം നബി അലൈഹിസ്സലാം. എ ഫാമർ. ആദം നബി അലൈഹിസ്സലാം ഒരു സാരി ആയിരുന്നു, ഹാരിസ് ആയിരുന്നു മഹാനായ ആദം നബി അലൈഹിസ്സലാം. വകാന നൂഹുൻ നജ്ജാറൻ. നൂഹ് നബി അലൈഹിസ്സലാം ഒരു കാർപ്പന്റർ ആയിരുന്നു, ആശാരിപ്പണി എടുത്തിട്ടുണ്ട് നൂഹ് നബി അലൈഹിസ്സലാം. നമ്മളതൊക്കെ മോശപ്പെട്ട നമ്മൾ വിചാരിച്ച ആകെ നമുക്ക് പറ്റിയ പണി ഗൾഫ് കോലാണെന്നാ. ആശാരിപ്പണിയും പറ്റും, കൊല്ലന്റെ പണിയും പറ്റും, കൃഷിപ്പണിയും നമുക്ക് പറ്റും. ഇതൊക്കെ ചെയ്താൽ കൂലി കിട്ടും. ചെയ്തതാണ്. വകാന ഇദ്രീസു ഖയ്യാത്തൻ. ഇദ്രീസ് അലൈഹിസ്സലാത്തു വസ്സലാം ടൈലറായിരുന്നു. ബഹുമാനപ്പെട്ടവർ വസ്ത്രം തുന്നുന്നവരായിരുന്നു ഇദ്രീസ് നബി അലൈഹിസ്സലാം. വകാന മൂസാ റാഇയൻ. മൂസാ നബി അലൈഹിസ്സലാം ആടുമാടുകളെ മേച്ചു നടക്കുന്ന ഒരു ഷെപ്പേർഡായിരുന്നു മഹാനായ മൂസ നബി അലൈഹിസ്സലാം. അമ്പിയാക്കളിൽ പ്രഗൽഭരായ നബി മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീന വിട്ട് മക്ക വിട്ട് പുറത്തുപോയത് കച്ചവടത്തിന് വേണ്ടിയുള്ള ഒരു യാത്രക്ക്. നബി തങ്ങളുടെ വിവാഹത്തിന്റെ മുമ്പ്, അതിന്റെയും വർഷങ്ങൾക്ക് മുമ്പ് ഹബീബായ തങ്ങൾ കച്ചവടം ഇഷ്ടപ്പെട്ടു. എന്നാൽ നുബുവത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ വന്നതിൽ പിന്നെ അല്ലാഹുവിന്റെ റസൂലിന്റെ മുഴുവൻ ശ്രദ്ധയും ദഅവത്തിന് കേന്ദ്രീകരിക്കേണ്ടി വന്നു. കാരണം അമ്പിയാക്കന്മാർ അവരവരുടെ നാട്ടിലേക്ക് നബിമാരായി വന്നവരാണെങ്കിൽ ഞാൻ ജനങ്ങൾക്ക് മുഴുവനിലേക്കും മനുഷ്യ സമൂഹത്തിലേക്ക് ഈ ലോകത്തിലേക്ക് ഒന്നാകെ വന്ന നബിയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളുടെ ഉത്തരവാദിത്തം വലുതായിരുന്നു. ഹബീബിന് അല്ലാഹു തആല ശത്രുക്കൾ കൊണ്ടുവരുന്ന യുദ്ധത്തിന് മറുപടി കൊടുക്കാൻ പോകുന്നതിലൂടെ എന്റെ കുന്തമുനയുടെ നേളിന്റെ താഴെ എനിക്ക് അല്ലാഹു റിസ്ഖ് തന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാമുന ശാഫിഈ തങ്ങൾ നമ്മുടെ മദ്ഹബിന്റെ ഇമാമല്ലയോ? ശാഫിഈ ഇമാം പറയുമായിരുന്നു, ലാ തുശാവിർ മൻ ലൈസ ഫീ ബൈതിഹി ദഖീഖ് ഫഇന്നഹു മുവല്ലഹുൽ അഖ്ലി. രസകരമായ വാക്കാണ്. വീട്ടിൽ ഗോതമ്പ് പൊടി വാങ്ങിച്ചു വെക്കാത്തവനോട് നിങ്ങൾ പോയി മശ്വറ ചെയ്യണ്ട എന്ന് പറഞ്ഞാൽ, വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കാതെ നാട്ടുകാര് തരണം, അയൽപ്പക്കക്കാര് തരണം എന്ന് വിചാരിച്ച് ഒരു സാധനവും വീട്ടിലേക്ക് വാങ്ങിച്ചു കൊണ്ടുപോവാതെ കയ്യും കെട്ടി നിൽക്കുന്ന മനുഷ്യന്മാർ, അവരോട് പോയിട്ടൊന്നും നിങ്ങൾ മശ്വറ ചെയ്യാൻ നിൽക്കണ്ട. ഫഇന്നഹു മുവല്ലഹുൽ അഖ്ലി. ബുദ്ധിയെ എടുത്തുപോയ ആളാണ് അവൻ, ബുദ്ധിയില്ലാത്ത ആളാണ്. അവനോടൊന്നും പറഞ്ഞാൽ നല്ലൊരു ബുദ്ധിയുള്ള കാര്യത്തിന് മറുപടിയൊന്നും അവരുടെ തലയിൽ ഉണ്ടാവില്ല എന്ന് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. ഒരു ജോലിയും ചെയ്യാതെ നടക്കുന്ന ചെറുപ്പക്കാരാ നാട്ടുകാർക്ക് ജോലി ഉണ്ടാക്കി കൊടുക്കുക, അല്ലെ? പോലീസുകാർക്ക് പണി ഉണ്ടാക്കി കൊടുക്കൽ അവരാണ്, ഒരു ജോലിയും ചെയ്യാത്തവരാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിക്കോളൂ. മോഷണത്തിലും കൊലപാതകത്തിലും ചാടിച്ചു കൊണ്ടുപോകണലും ഓടിച്ചു കൊണ്ടുപോകണം നടത്തിക്കൊണ്ടുപോകണം ഇതൊക്കെ ആരാ ചെയ്യേണ്ടത്? ഒരു പണിയില്ലാത്തവരാണ്. ജോലിക്ക് പോണ ആ ജോലിന്റെ തിരക്കിലാണ്, അധ്വാനിക്കുന്നവൻ അധ്വാനത്തിന്റെ തിരക്കിലാണ്. സീരിയസ് ആയിട്ട് ജോലി ചെയ്യുന്നവർ അല്ലാഹുവിന് ഇഷ്ടമാണ്. മഹാനായ ഷഖീഖുൽ ബൽഖിയുടെ രസകരമായ ഒരു സംഭവമുണ്ട്. ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു ഷഖീഖുൽ ബൽഖിയും കൂട്ടുകാരാണ്. രണ്ടുപേരും സുഹൃത്തുക്കളാണ്. തസൗഫിന്റെ ഇമാമുമാരിൽ പ്രഗൽഭരാണ്. ഹാത്തിമുൽ അസം തങ്ങളുടെ പ്രിയപ്പെട്ട ഗുരുവാണല്ലോ ഷഖീഖുൽ ബൽഖി റളിയല്ലാഹു അൻഹു. മഹാനായ ഇബ്രാഹിം അദ്ഹം തങ്ങളുടെ റഷ്യയുടെ ഭാഗങ്ങളിൽ ജനിച്ച് ഇറാനിലൂടെ വന്ന് ഷാമിൽ താമസമാക്കിയ മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു തആല അൻഹു ഷഖീഖുൽ ബൽഖിയെ യാത്ര അയക്കുന്നു. ഷഖീഖുൽ ബൽഖി തങ്ങൾ യാത്ര പോവുകയാണ് കച്ചവടത്തിന്. അപ്പോ ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു നല്ലൊരു യാത്രയപ്പ് കൊടുത്തു. ദീർഘമായ യാത്രയാണ്, പോകുന്നത് ജോലി അന്വേഷിച്ചു പോവാൻ. തസൗഫിന്റെ ഇമാമാണ്, പ്രഗൽഭനായ പണ്ഡിതനാണ്. ജോലി ചെയ്യണമെന്നാണ്, അധ്വാനിക്കാൻ വേണ്ടി പോവാൻ. ലാ തകുൻ കല്ലൻ അലൽ ഗൈർ. നമ്മുടെ മഹാന്മാരായ ഉസ്താദുമാർ ജോലി ചെയ്യുന്നവരാണ്, അധ്വാനിക്കുന്നവരാണ്, മഹല്ലുകളിൽ ജോലി ചെയ്യുന്നവരാണ്. അള്ളാഹുവിന് അത് ഇഷ്ടമാണ്. ഒരു ജോലിയും ചെയ്യാതിരിക്കുക, ഒരു പണിയും ചെയ്യാതിരിക്കുക, ഇത് അള്ളാഹുവിന് ഇഷ്ടമല്ല.
ഇത് അല്ലാഹുവിന് ഇഷ്ടമല്ല. നാട്ടുകാർ തരട്ടെ, വല്ല സ്വതക്കയോ വല്ല സകാത്തോ വല്ല ഹദിയയോ വരട്ടെ എന്ന് വിചാരിച്ചിരിക്കുക, അത് പറ്റില്ല. അതാണ് ഷഖീഖുൽ ബൽഖി റളിയല്ലാഹു അൻഹുവിന് ദീർഘമായ യാത്രയപ്പ് കൊടുത്തു മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു. ജോലി അന്വേഷിച്ചുള്ള യാത്രയാണ്. ഒരുപാട് കാലം കഴിഞ്ഞേ തിരിച്ചു വരൂ. അതുകൊണ്ട് യാത്രയപ്പ് ഇന്നത്തെ പോലെയൊന്നല്ലല്ലോ. നാടിന്ന് വിട്ടുപോയാൽ പിന്നെ കൺമുമ്പിൽ കണ്ടാലല്ലാതെ ആളെ കാണാൻ കഴിയാത്ത, ശബ്ദം കേൾക്കാനും കഴിയാത്ത ഒരു ടെക്നോളജിയോ സംവിധാനങ്ങളോ ഒന്നുമില്ലാത്തൊരു കാലം. യാത്ര അയച്ചു ഷഖീഖ്, നന്നായി വരൂ, നിങ്ങൾക്ക് അല്ലാഹു നല്ല ജോലി തരട്ടെ, കച്ചവടത്തിൽ ബറക്കത്ത് തരട്ടെ. കച്ചവടം ഉദ്ദേശിച്ചുള്ള യാത്രയാണ്. വർഷങ്ങൾ കഴിഞ്ഞ് തിരിച്ചു വരുമെന്ന് വിചാരിച്ച് യാത്ര അയച്ച മഹാനായ ഇബ്രാഹിം അദ്ദേഹം തങ്ങൾക്ക് പിഴച്ചു. ഷഖീഖുൽ ബൽഖിയുണ്ട്. തൊട്ടടുത്ത ആഴ്ച തന്നെ ഷാമിലെ പള്ളിയിൽ ഇബ്രാഹിം അദ്ദേഹം തങ്ങൾ പള്ളിയിൽ കണ്ടപ്പോ ചോദിച്ചു, യാ ഷഖീഖ്, മിനിമം 1 വർഷമെങ്കിലും കഴിഞ്ഞിട്ടേ നിങ്ങൾ വരൂ എന്ന് വിചാരിച്ച ഞാൻ അന്ന് നിങ്ങൾക്ക് അങ്ങനെ ഒരു യാത്രയപ്പൊക്കെ നൽകിയത്, നിങ്ങൾ എന്തേ ഒരാഴ്ചക്കകം തിരിച്ചെത്തിയത്? ജോലി കിട്ടിയോ? കച്ചവടം ശരിയായോ? എന്തേ ഈ വരവ്? പെട്ടെന്ന് തിരിച്ചു വന്നല്ലോ. ഞാനൊരു അത്ഭുതം കണ്ടു എന്റെ യാത്രയിൽ, വല്ലാത്തൊരു അത്ഭുതം. അതേ ഞാൻ തിരിച്ചു പോകുന്നത്. എന്തത്ഭുതം? ഞാൻ എന്റെ യാത്രയിൽ വിശ്രമിക്കാൻ ഒരു വിശ്രമ കൂടാരത്തിലിരിക്കുമ്പോ അവിടെ ഒരു പക്ഷിക്കൂട് കണ്ടു. അതിലൊരു പക്ഷി ഇരിക്കുന്നുണ്ട്. ഞാനിങ്ങനെ ശ്രദ്ധിച്ചു നോക്കുമ്പോ 2 കണ്ണുകളുമില്ലാത്ത പക്ഷിയാണത്. അതിന് കണ്ണുകളില്ല. ഞാനിങ്ങനെ ആലോചിച്ചിരുന്നു, പടച്ചവനെ, അന്നാ യഅതി റിസ്ഖ് ലിഹാദിഹി, ഈ പക്ഷിക്ക് എവിടുന്നാണ് റബ്ബേ ഭക്ഷണം കിട്ടുക? ഈ കണ്ണ് കാണാത്ത പക്ഷിക്ക് എവിടുന്ന് റബ്ബേ ഭക്ഷണം കിട്ടുമെന്ന് ഞാനിങ്ങനെ അത്ഭുതപ്പെട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് വേറെ ഒരു പക്ഷി, കണ്ണ് കാണുന്ന ഒരു പക്ഷി, തന്റെ കൊക്കിൽ ഭക്ഷണം കൊണ്ടുവന്ന് കണ്ണ് കാണാത്ത ഈ പക്ഷിയുടെ കൊക്കിലേക്ക് വെച്ചു കൊടുക്കുന്നത് കണ്ടപ്പോ ഞാൻ പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, അല്ലാഹുവേ, വല്ലാത്തൊരു അത്ഭുതം തന്നെ. കണ്ണ് കാണാത്തൊരു പക്ഷിക്ക് 2 കണ്ണും കാണുന്ന ഒരു പക്ഷിയെ കൊണ്ട് നീ ഭക്ഷണം കൊടുക്കുന്നുണ്ടല്ലോ റബ്ബേ. ഈ ഷഖീഖായ ഞാൻ ഇപ്പൊ എന്തിനാ പോണത്? ഇങ്ങനെ കണ്ണ് കാണാത്ത പക്ഷിക്ക് നിനക്ക് ഭക്ഷണം നൽകാൻ കഴിയുമെങ്കിൽ ഈ ഷഖീഖിന് ഭക്ഷണം നൽകാൻ നിനക്ക് കഴിയുമല്ല പടച്ചവനെ എന്ന് പറഞ്ഞ് ഞാൻ എന്റെ യാത്ര പാതി വഴിയിൽ നിർത്തിയിട്ട് തിരിച്ചു പോന്നതാണ്. ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു അൻഹു അത്ഭുതത്തോടെ ഒരൽപ്പം ദേഷ്യത്തോടെ പറഞ്ഞു, അജബൻ ലക യാ ഷഖീഖ്, ഷഖീഖുൽ ബൽഖി, ഇത് വല്ലാത്ത അത്ഭുതം തന്നെ. കണ്ണു കാണാത്തൊരു പക്ഷിക്ക് കണ്ണു കാണുന്ന പക്ഷിയെ കൊണ്ട് അള്ളാഹു ഭക്ഷണം കൊടുക്കുന്നത് കണ്ടപ്പോ ഈ കണ്ണു കാണാത്ത പക്ഷിക്ക് നൽകുന്നവൻ ഒരു ജോലിയുമില്ലാത്ത എനിക്ക് തരാൻ കഴിവുള്ളവനാണല്ലോ എന്നാണോ ഷഖീഖേ നിങ്ങൾ ചിന്തിക്കേണ്ടിയിരുന്നത്? നേരെ മറിച്ച് ആ കണ്ണ് കാണുന്ന പക്ഷി കണ്ണ് കാണാത്തവന് കൊണ്ടുകൊടുക്കുന്ന പോലെ ഞാൻ പോയിട്ട് ജോലി ചെയ്യട്ടെ എന്ന് വിചാരിച്ച് കണ്ണ് കാണുന്ന പക്ഷിയെപ്പോലെ ആവാൻ നിങ്ങൾക്ക് എന്തുകൊണ്ട് കഴിഞ്ഞില്ല? നിങ്ങൾ കണ്ണ് കാണാത്ത പക്ഷിയെ പോലെയാണോ ആയത്? ആ കണ്ണ് കാണുന്ന പക്ഷിയെ പോലെ ആയിക്കൂടായിരുന്നോ എന്ന് മഹാനായ ഇബ്രാഹിം റളിയല്ലാഹു അൻഹു ചീത്ത പറഞ്ഞു. ഇമാം ഷഖീഖുൽ ബൽഖി തങ്ങൾ എഴുന്നേറ്റ് വഖബ്ബല യദഹു, അവിടുത്തെ പരിശുദ്ധമായ കൈ മുത്തിയിട്ട് പറഞ്ഞു, അൻത ഉസ്താദുനാ യാ അബാ ഇസ്ഹാഖ്, ഇബ്രാഹിം അദ്ദേഹം തങ്ങളെ, നിങ്ങളാണ് ഞങ്ങളുടെ യഥാർത്ഥ ഗുരു, നിങ്ങളാണല്ലോ ഞങ്ങളുടെ ഗുരു. ഞാനാ ചിന്തിച്ചത് ശരിയായില്ലല്ലോ. കണ്ണ് കാണാത്ത എത്രയോ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന കണ്ണ് കാണുന്ന ഒരാളാവാനായിരുന്നല്ലോ ഞാൻ പരിശ്രമിക്കേണ്ടിയിരുന്നത്. അങ്ങനെയാണ്. ജോലി ചെയ്യാതിരിക്കുമ്പോ എനിക്ക് ഭക്ഷണം വരുന്നുണ്ടല്ലോ, എനിക്ക് ഭക്ഷണം അല്ലാഹു തരാൻ കഴിയുമല്ലോ. എത്രയോ നാട്ടുകാര്, ഗൾഫുകാരുണ്ടല്ലോ നാട്ടിൽ, അല്ലെങ്കിൽ പാവപ്പെട്ടവരെ സഹായിക്കാനുള്ള സംഘടനകളുണ്ടല്ലോ, കഫാലത്ത് ചെയ്യുന്ന, ഏറ്റെടുക്കുന്ന നമ്മുടെ എത്രയോ സംവിധാനങ്ങളുണ്ടല്ലോ. വീടില്ല, ബൈത്തുറഹ്മ കിട്ടിയേക്കും. ഇങ്ങനെയൊന്നും കാത്തിരിക്കല്ലേ. വീടില്ലാത്ത ആളുകൾക്ക് വീട് വെച്ചു കൊടുക്കാൻ, സഹായിക്കാൻ എന്നെ കൊണ്ട് പറ്റുമോ? അങ്ങനെയാ ചിന്തിക്കേണ്ടത്. കിട്ടാൻ വേണ്ടി കാത്തിരിക്കരുത്. ആങ്ങളമാരും പെങ്ങളമാരൊക്കെ അത് മനസ്സിലാക്കണം. മഹാനായ അയ്യൂബ് അസ്സഖ്തിയാനി റളിയല്ലാഹു അൻഹു വളരെ പ്രസിദ്ധമായ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, ഇൽസം സൂഖക, നിങ്ങൾ നിങ്ങളുടെ അങ്ങാടിയിൽ നിന്നോളൂ, ജോലി ചെയ്തോളൂ, കച്ചവടം ചെയ്തോളൂ. ഫഇന്നക ലാ തസാലു കരീമൻ അലാ ഇഖ്വാനിക മാ ലം തഹ്തജ് ഇലൈഹിം, നിങ്ങൾ നിങ്ങളുടെ സഹോദരന്മാരോട് നിങ്ങളുടെ ഒരാവശ്യം പറയാതിരിക്കുന്ന കാലത്തോളം നിങ്ങൾക്ക് മാന്യതയും യശസ്സും അന്തസ്സും ഉണ്ടായിരിക്കും. അതുകൊണ്ട് കച്ചവടം ചെയ്തോളൂ.
ബാപ്പമാരാണെങ്കിൽ തന്നെ ഒരു ചെറിയൊരു നാണം തോന്നൂലേ മക്കളോട് ചോദിക്കുമ്പോ, മോനെ ബാപ്പാക്ക് ഇന്ന ആവശ്യമുണ്ട് വല്ലതും താ എന്ന് ചോദിക്കുമ്പോ ഇസ്സത്തുള്ളൊരു ബാപ്പാക്ക് വിഷമം തോന്നും. മക്കൾ കണ്ടറിഞ്ഞങ്ങോട്ട് കൊടുക്കണമെന്നാണ്. ബാപ്പയോട് കണക്ക് പറയാൻ പാടില്ലെന്നാണ്. ബാപ്പമാരോട് കണക്ക് പറയാൻ പാടില്ല. വിശുദ്ധ ഖുർആൻ ജോലി ചെയ്യുന്ന ആളുകളെ, ജിഹാദിന് പോകുന്നവരോടാണ് ഖുർആൻ ഉപമിക്കുന്നത്. സൂറത്തുൽ മുസമ്മിൽ وآخرون يضربون في الأرض يبتغون من فضل الله وآخرون يقاتلون في سبيل الله. പ്രവാസികളായ ആളുകൾക്ക് എമ്പാടും സന്തോഷം തോന്നുന്ന ആയത്തുകളാണിത്. വആഖറൂന, ചില ആളുകളുണ്ടല്ലോ, യദ്രിബൂന ഫിൽ അർളി, അവർ ഭൂമിയിൽ യാത്ര പോകുന്നവരാണ്. യബ്തഗൂന മിൻ ഫദ്ലില്ലാഹ്, അല്ലാഹുവിന്റെ ഔദാര്യം പ്രതീക്ഷിച്ചുകൊണ്ട് യാത്ര പോകുന്ന ആളുകളുണ്ടല്ലോ. അല്ലാഹു പുകഴ്ത്തി പറയുകയാണ്. വആഖറൂന, ചില ആളുകൾ യുഖാതിലൂന ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ വഴിയിൽ ധർമ്മസമരത്തിന് പോകുന്നവരുമുണ്ട്. ജിഹാദിന് പോകുന്നവർ ഒരു ഭാഗത്ത്, ജോലി അന്വേഷിച്ച് മഈശത്ത് അന്വേഷിച്ച് യാത്ര പോകുന്നവർ വേറൊരു ഭാഗത്ത്. അല്ലാഹു ഈ രണ്ട് വിഭാഗത്തെ പുകഴ്ത്തി പറഞ്ഞു. വആഖറൂന യദ്രിബൂന ഫിൽ അർള് യബ്തഗൂന മിൻ ഫദ്ലില്ലാഹ്. അല്ലാഹു പുകഴ്ത്തുകയാണ്. ജീവിതമാർഗം അന്വേഷിച്ചുകൊണ്ട് യാചന നടത്താതെ, ജ്യേഷ്ഠൻ അയച്ചു തരട്ടെ, വാപ്പ തരട്ടെ എന്ന് കാത്തിരിക്കാതെ, അമ്മാവൻ തരട്ടെ എന്ന് കാത്തിരിക്കാതെ, മക്കൾ തരട്ടെ എന്ന് കാത്തിരിക്കാതെ, സ്വന്തമായൊരു ഏർപ്പാടോ കച്ചവടമോ ജോലിയോ ചെയ്തു വെക്കുന്നവർക്ക് അള്ളാഹുവിന്റെ പൊരുത്തമുണ്ട്. കച്ചവടം ചിലപ്പോൾ നഷ്ടായിന്ന് വരും, ജോലി ശമ്പളം കുറഞ്ഞെന്ന് വരും, ചിലപ്പോൾ ജോലി നഷ്ടപ്പെട്ടെന്ന് വരും. ആ അധ്വാനത്തിന് യദ്രിബൂന ഫിൽ അർളി, നിങ്ങൾ യാത്ര പോയില്ലേ, ഗൾഫിലേക്കൊന്ന് വിസിറ്റ് പോയി നോക്കിയില്ലേ, നാട്ടിലേക്കൊന്ന് കണ്ണൂരിലേക്കൊന്ന് പോയി വല്ല ബിസിനസ്സും തുടങ്ങാൻ പറ്റുമോ, കച്ചവടം വല്ലതും നടക്കുമോ, ജോലി വല്ലതും കിട്ടുമോ? നിങ്ങൾ മൂവ് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ വീട്ടിലിരിക്കല്ല. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴേക്കും ഈ യാത്രയായി. ഗൾഫിൽ തന്നെ പോകണമെന്നല്ല അതിന്റെ അർത്ഥം. അള്ളാഹുവിന്റെ ഭൂമിയിൽ നിങ്ങൾ റിസ്ക് അന്വേഷിച്ചു പോകുന്നുണ്ടല്ലോ, ഇത് അള്ളാഹുവിന് ഇഷ്ടമാണ്, ഇത് അള്ളാഹുവിന് ഇഷ്ടമാണ്. അള്ളാഹു ആ രീതിയിലാക്കി തരട്ടെ. ആമീൻ. ഒന്ന് എഴുന്നേറ്റ് സ്വലാത്തുല്ലല്ലേ, സല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി.